ഹലോ, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്റെ അമ്മ എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചത് സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെല്ലേക്ക് എനേബിൾ വെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മീൻസ് അപ്പൊ നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ വാങ്ങിച്ച കടയുടെ ആണ് ഈസി സ്റ്റോർ എന്നാണ് അതിന്റെ പേര് കടയുടെ. അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് പ്രൈസ് ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോ ഞാൻ എടുക്കാൻ പോവാണ്. നമ്മുടെ ആ പ്രൈസും കാര്യമൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും വീഡിയോയുടെ. അതെ, ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. കണ്ടോ, ഇതില് 1.8 HB ഡിസ്പ്ലേ ആണ്. പിന്നെ സിങ് അലോയ് ഫ്രെയിം ആണ് ഇതിലുള്ളത്. മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് വാച്ച് ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ വാങ്ങിച്ച് ഈ ബ്രാൻഡിന്റെ പേര് ബോൾട്ട് എന്നാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വാങ്ങിച്ച ബ്രാൻഡിന്റെ പേര്. 1 വർഷമാണ് വാറന്റി ഉള്ളത്. ഇത് നമ്മുടെ ഫോണൊക്കെ കാണാതെ അവിടെ ഇവിടെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അത് 100ൽ കൂടുതൽ സ്പോർട്സ് മോഡ് ഉണ്ട്. പിന്നെ വാട്ടർ പ്രൂഫ് ആണ്. IP86 ഇൻഡക്ഷൻ പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 150+ വാട്ട് ഫേസസ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ വാച്ചിന്റെ പേര് പറയാം. നമ്മുടെ വാച്ചിന്റെ പേര് ബോൾട്ട് 50 പ്ലസ് ജെറ്റ് ബ്ലാക്ക് എന്നാണ് നമ്മുടെ വാച്ചിന്റെ പേര്. എന്തായാലും നമുക്ക് നമ്മുടെ വാച്ച് നോക്കാം. ഞാൻ ഈ വാച്ച് ഇപ്പൊ ഫുൾ ചാർജ് ആക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഫുൾ ചാർജ് ആക്കണമെങ്കിൽ ടോട്ടലി 1.5 മണിക്കൂർ കുത്തിയിട്ടാൽ ഫുൾ ചാർജ് ആവും. നമ്മുടെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 20 ദിവസത്തേക്കുള്ളതാണ്. പിന്നെ 15 മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞ് നമുക്ക് 2 ദിവസത്തേക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. കണ്ടു, എന്തായാലും ഞാൻ ഓണാക്കി കാണിക്കാം. ഇതിന്റെ സമയമൊക്കെ ഞാനിപ്പോ കണക്റ്റാക്കി വാച്ചിന്റെ അകത്ത് ഞാൻ കണക്റ്റാക്കി ഇട്ടേക്കുവാണ്. ഇപ്പൊ ഞാൻ എന്തായാലും കറക്റ്റ് വാച്ച് കാണിക്കാം. നമ്മുടെ വാച്ച് കാണിക്കാം. സമയമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചേക്കുവാണ്. 9:36. ഇത് നമുക്ക് ഇത് മാത്രമല്ല ഉള്ളത്, പല പല ഇതുണ്ട്, ഫേസസ് ഉണ്ട് ഇതിന്. നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ഇവിടെ പൊക്കത്ത് കാണിക്കും. നല്ലൊരു വാച്ചാണ്. പിന്നെ ഇതിന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോളൊക്കെ വിളിക്കാൻ പറ്റും. നമ്മുടെ വാച്ചില് കോൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു, പ്ലീസ് വെയർ സ്മാർട്ട് വാച്ച് ഇൻ ഫോൺ BT സെറ്റിംഗ്സ്. ബ്ലൂടൂത്തില് സ്മാർട്ട് വാച്ച് എസ്കെ എന്ന് പറയുന്നത് നമുക്ക് കണക്ട് ആക്കിയിട്ട് മാത്രമേ ഇത് വിളിക്കാൻ പറ്റുള്ളൂ. ഇത് അടിപൊളി ഒരു വാച്ചാണ്. കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ഇതിൽ സെറ്റിങ്സ് എടുത്തിട്ട് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് ഉണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടി കുറച്ച് ഇവിടെ. തീരെ ഞാനിപ്പോ കുറച്ചിരുന്നത് വീടിൻ്റെ അകത്തായതുകൊണ്ട്. സ്ലീപ്പ് എത്ര മിനിറ്റ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഇടുന്നത്. അത് നമ്മൾ ഇടുന്നില്ല. പിന്നെ വാച്ച് ഫേസ് ആണ്. നമുക്ക് ഇത് പല പലതായിട്ടുള്ളതുണ്ട്. വാച്ച് ഫേസ് കണ്ടോ, പല പലതൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും. വാച്ച് ഫേസ് ഞാൻ പഴയത് തന്നെ ആക്കിയിടുവാണ്.
അടുത്തത് നമ്മുടെ റിവ്യൂ ആണ്. അതായത് നമ്മുടെ ഇതിപ്പോ ഇങ്ങനെ കിട്ടിയപ്പോ നമ്മുടെ വാച്ച് ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്. ഇങ്ങനെ ആയിരുന്നു നമ്മുടെ വാച്ച് ഇരുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. അതിന്റെയാണ് നമ്മുടെ വാച്ച് അല്ല മെനു വ്യൂ. നമുക്ക് പല പല മോഡുണ്ട്. ഗ്രിഡ് ആയിട്ട് കാണിക്കുന്നതുണ്ട്, പിന്നെ പാരലൽ ആയിട്ട് കാണിക്കുന്നതുണ്ട്, പിന്നെ സർപ്രൈസ് ആയിട്ട് കാണിക്കുന്നതുണ്ട്, ലിസ്റ്റ് ആയിട്ട് കാണിക്കുന്നതുണ്ട്, ഹണികോംബോ അങ്ങനെയാണ്ടുള്ളതുണ്ട്. ഞാൻ ലിസ്റ്റ് വ്യൂ ആണ് ഇടുന്നത്. അതാണ് പെട്ടെന്ന് അതിന്റെ പേര് സൈഡിലൊക്കെ കാണിക്കുന്നുണ്ട്. അതാണ് കുറച്ചും കൂടെ ഒരു രസം കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഇതില് മെസ്സേജസ് ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. വരുന്ന മെസ്സേജ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതില് ബാറ്ററി മറ്റേ ഇതൊക്കെ ഉള്ളതുണ്ട്. നമ്മുടെ പേരില്ലേ സൂപ്പർ ഡിസ്പ്ലേ. നമ്മുടെ വാച്ച് ഇപ്പൊ നമ്മളെ ഇത് കണക്ട് ആയിട്ടിരിക്കുന്നുണ്ട്. കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിഹ്നം അവിടെ കണക്ട് ആയിട്ട് കാണിക്കും. കണക്ട് ആണെങ്കിൽ ഈ ചിഹ്നം ഇങ്ങനെ തന്നെ കാണിക്കും. അല്ലെങ്കിൽ വേറെ ഒരു രീതിക്കാണ് കാണിക്കുന്നത്. നമ്മുടെ വാച്ച് ഫുള്ള് കണക്ട് ആയിരിക്കുവാണ്. ഇത് കുറെ സംഭവങ്ങളുണ്ട്. പഠിച്ചൊരു കുറച്ച് സമയമായിരിക്കും. ഇതിന് പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒറ്റൊരു ഗെയിമേ ഉള്ളൂ കളിക്കാനും കളിക്കുന്നത്. പിന്നെ കാൽക്കുലേറ്റർ ഉണ്ട്. പിന്നെ അവിടെ ഫോൺ ഇതില്ലേ ഞാൻ പറഞ്ഞു അതുകൊണ്ട്. പിന്നെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ലാപ്പ് ഇട്ടിടത്തില്ലേ, ലാപ്പ് ഇട്ടില്ലേ, ആ സംഭവമാണത്. അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അലാറം ഉണ്ട്, ടൈമർ ഉണ്ട്, വോയിസ് അസിസ്റ്റന്റ് ഇതിനകത്തുണ്ട്. പിന്നെ മോഡ് അങ്ങനെ ഉണ്ട്. പിന്നെ മ്യൂസിക് ഉണ്ട്, ക്യാമറ വരെ ഇതിനകത്തുണ്ട്. അടിപിടിച്ച് വെക്കുക ഒന്നും സംഭവിക്കില്ല. സപ്പറേറ്റ് വേറെ ഒരു ആപ്പ് എടുക്കണം തോന്നുന്നു ക്യാമറക്ക്. പിന്നെ മ്യൂസിക് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, വെതർ ഉണ്ട്, സ്ട്രെസ്, HPO2, ബ്ലഡ് പ്രഷർ, വർക്കൗട്ട് ഡേറ്റ, പിന്നെ വർക്കൗട്ട്, ഫോൺ വിളിക്കാനുള്ളത്, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, ആക്റ്റീവ് ഡേറ്റ. അങ്ങനെയാണ് നമ്മുടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് അല്ല മെനുവിലുള്ളത്. നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. നമുക്ക് ഏത് മോഡ് വേണം നോക്കാൻ പറ്റും. നമുക്ക് ഇവിടെ വൈബ്രേറ്റ് ആൻഡ് റിംഗ് ഇട്ടിട്ട് നമുക്ക് സ്ലോ ഇട്ടാൽ മതി. പെട്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റും. പിന്നെ DND മോഡുണ്ട്, ലോ പവർ മോഡുണ്ട്. അത് നമ്മൾ ഓണാക്കി ഇടുക. പിന്നെ ഇതിന്റെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എടുത്ത പോലെ തന്നെ എടുത്തിട്ട് ഇത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഡൗൺലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. കുറെ സംഭവങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്റർ വർക്കിംഗ് ആണ്. ഉണ്ടോ വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ആ സീന് എത്തി കഴിഞ്ഞാൽ പോകും. ഇനി നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് കാണിച്ചു തരാം. 500 സബ്സ്ക്രൈബേഴ്സ് വേണം. അതില് എനിക്ക് 260 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ബാക്കി 500 ആവണമെങ്കിൽ 400 അങ്ങനെ 440 നമ്മൾ അടിച്ചിട്ടുള്ള തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ ഒന്നുകൂടെ. മൈനസ് 260 കണ്ടോ 240. ഇനി 240 സബ്സ്ക്രൈബേഴ്സും കൂടെ വേണം. ഇതാണ് നമ്മുടെ സംഭവം. മനസ്സിലായി? ഒരു അടിപൊളി വാച്ചാണ്. പിന്നെ നമുക്ക് വർക്കൗട്ടില്ലേ, വർക്കൗട്ടിൽ കുറെ സംഭവങ്ങളുണ്ട്. വർക്കൗട്ട് കാണുന്നില്ലേ? വർക്കൗട്ടില് നമുക്ക് സൈക്ലിംഗ് ഉണ്ട്. വെക്കണ്ട ഇപ്പൊ അത് സൈക്ലിംഗ് വെക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വരുന്നത്. ഹാർട്ട് റേറ്റ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഒക്കെ ഇത് കളിച്ച് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. അങ്ങനെ നമ്മള് വാക്കിങ്ങിന്റെ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, റണ്ണിങ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. പിന്നെ പ്ലസിൽ പിടിച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ളതെല്ലാം കാണിക്കും. പിന്നെ വാട്ടർ സ്പോർട്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ടൊക്കെ കാണിക്കും. പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കും. അങ്ങനെ ഡാൻസ് ഉണ്ട്, ബെല്ലി ഡാൻസ് ഒക്കെ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വെറൈറ്റിയാണ് നമ്മുടെ വാച്ച്.
ഇത് പറഞ്ഞെങ്കിൽ ഈ സൈഡോട്ട് ഫുള്ള് ഞാൻ ഇട്ടാകും. അല്ലെങ്കിൽ അവിടെ സൈഡ് ചുറ്റി കഴിഞ്ഞാൽ മൊത്തം പോകും. ഇത് എങ്ങനെ കറക്റ്റായിട്ട് കണക്റ്റിംഗ് ചെയ്യുന്നതൊക്കെ ഞാൻ മൊത്തം കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ട് ഇതാണ് നമ്മുടെ ആപ്പ്. എന്താ നമ്മുടെ കറക്റ്റ് ആപ്പ് ഇതാണ്. BP, ബ്ലഡിലെ ഓക്സിജൻ അതൊക്കെ നമുക്ക് കാണിക്കും. കണ്ടോ? നമ്മുടെ ഇതാണ് മറ്റേ പേര് GPS, ആ സംഭവമാണ്. പിന്നെ നമുക്ക് 90% ചാർജ് ഉണ്ട്. കണ്ടോ? വളരെയധികം ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയിടാം. പിന്നെ അത് നമ്മളവിടെ വെക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഫുള്ളാകുമ്പോൾ നമ്മുടെ വാച്ചിലും അത് ഫുള്ളാവുന്നതാണ്. നമ്മുടെ വാച്ചിൽ അത് റെഡി ആയിട്ടുണ്ട്. ഇനി വാച്ചിൽ നമുക്ക് ഇഷ്ടമുള്ള ഫേസസ് ആക്കാൻ പറ്റും. നമുക്ക് അടുത്തത് ഇത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ളതാക്കാൻ പറ്റും. കണ്ടു കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് അപ്ഗ്രേഡ് ആക്കണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ആക്കാനുള്ള ഇവിടെ വന്ന് കിടക്കും. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ആക്കാനുള്ളത്, അല്ല അപ്ഡേറ്റ് ആക്കാനുള്ളത്. പിന്നെ ഫേവറേറ്റ് കോണ്ടന്റ് ഇതിന്റെ ആവശ്യമില്ല, അത് മാറ്റുകയാണ്. പിന്നെ ഇത് നമുക്ക് തന്നെ ഫൈൻഡ് ഡിവൈസ്. ഇപ്പൊ നമ്മുടെ വാച്ചിലാണ്. മനസ്സിലായി. ഇപ്പൊ നമ്മുടെ വാച്ചിനെ കാണിച്ചിരിക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് തന്നെ കണ്ടോ, ഒരു സൗണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കി നോക്കി നമുക്ക് പോയി നമ്മുടെ വാച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ മറ്റേ ക്യാമറയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് അതിലാണ്. പിന്നെ കുറെ സംഭവങ്ങളുണ്ട് കിട്ടും. ഇതിൽ കുറെ ടെംപ്ലേറ്റ്സ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് അത് ഇവിടെ നമ്മുടെ പ്രൊഫൈലൊക്കെ ഉണ്ട്. കുറെ സംഭവങ്ങളുണ്ട് നമ്മുടെ ഈ വാച്ചിൽ തന്നെ. നല്ല രസമാണ് ഈ വാച്ച്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മള് ഇതില് കണക്ട് നമ്മുടെ വാച്ചിന്റെ പേര് ഇതിൽ വന്നിട്ട് കണക്ട് ആക്കത്തില്ലേ. നമുക്കിതിലൊന്ന് കോളിംഗ് നോക്കണം. ശരി, നമുക്കൊന്ന് കോളിംഗ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മള് മറ്റേ കോളിംഗിന്റെ ഇതിൽ തന്നെ പോയിട്ട് കണ്ടോ, സ്മാർട്ട് വാച്ച് SK. ഓക്കെ, അത് പേരാവുന്ന വരെ നമുക്ക്. ഓക്കെ, അപ്പൊ കണക്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണക്ട് ആയിട്ടുണ്ട്. അടിപൊളി വാച്ചാണ്, സെറ്റപ്പ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വാച്ചാണ്. കണ്ടോ, നമുക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അതെങ്ങനെയാന്ന് ഞാൻ മറന്നും പോയി. ഇതെങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് ഞാൻ മറന്നുപോയി. കണ്ടാവേ, ഇങ്ങനെയായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ കറക്റ്റ് മറന്നതാണ്, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. എനിക്ക് കണ്ടത് അതെ, എന്റെ അക്കൗണ്ടിന്റെ ഒരു ഫോട്ടോ എടുത്ത് വന്നില്ലേ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. പറ്റൂല, കുറച്ച് വലുതാണ്. വന്നേ, കണ്ട ഞങ്ങളെ എന്റെ ഫോട്ടോ. നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുക്കുന്നതായിട്ട് അത് വരും. പിന്നെ ഇവിടെ അതിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡാർക്ക് കളർ വെച്ചാൽ നല്ലതായിട്ട് ഇരുന്നോളും. ശരി, പ്രശ്നം എന്താ പറയുക, ആ സാധനം അങ്ങോട്ടോട്ട് മാറ്റാൻ പറ്റത്തില്ല. അതാണ് എക്സ്ട്രാ കളർ ബിലോട്ട്. കണ്ടോ, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ എഡിറ്റിംഗ് വരെ ചെയ്ത് കയറ്റാൻ പറ്റും. നമ്മളത് ക്യാൻസൽ കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു പണിയുണ്ട്. നമുക്ക് നമ്മുടെ ചാനലിന്റെ അത് നമുക്ക് ഇടാം. ഗീസിപ്പോ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ ചാനലിന്റെ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, വൈറ്റ് ഇട്ടാൽ കാണത്തില്ല, ബ്ലാക്ക്. ഇപ്പം കളേഴ്സേ ഉള്ളൂ. നമുക്കിപ്പോ തൽക്കാലം ബ്ലാക്ക് ഇട്ടിട്ട് സേവ് കൊടുക്കാം.
കണ്ടോ കണക്റ്റ് വന്ന് ഇതേപ്പോ തനി ഇതിൽ വിളിച്ചതാണ്. കണക്റ്റ് ചെയ്യുമ്പോ വിളിച്ചപ്പോ അത് കറക്റ്റ് വന്നില്ലേ. ഞാൻ നമ്മുടെ ചാനലിന്റെ ആ ലോഗോ ഇത് കയറ്റില്ല, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ചാനലിന്റെ ലോഗോ ഇത് കയറ്റി. ഇത് ഭംഗിയില്ലേ കാണാൻ? ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തൊക്കെ കയറ്റാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ വിലക്കൂടെ കൂടെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ പ്രൈസ് പറഞ്ഞില്ല. ഇതിന്റെ പ്രൈസ് നോക്കട്ടെ, ഞാൻ മറന്നു. നോക്കട്ടെ, ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ തന്നെ കാണിച്ചു തരാം. 1499 രൂപ, 1500 രൂപയാണ് നമ്മുടെ ഈ വാച്ചിന്.